ഇത് കൊല്ലം ശക്തികുളങ്ങരയുള്ള ഒഴുക്കുതോട് തീരമാണ്. ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വളരെ പുരാതനമായ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ കടൽക്ഷോഭവും തീരശോഷണവും ഒക്കെ വന്നത് ചുരുങ്ങി വളരെ അത് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇപ്പം വിരലിലെണ്ണാവുന്ന 4-5 വള്ളങ്ങൾ മാത്രമായി മാറി. അപ്പോൾ അവർ തീരക്കടലിലെ കല്ലിൽ വല വിരിച്ച് മത്സ്യങ്ങളെ പിടിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അതുകൊണ്ട് വളരെ അപൂർവമായ ഒരുപാട് മത്സ്യങ്ങൾ ഇവരുടെ വള്ളത്തിൽ ഉണ്ടാവും. ഞണ്ട്, കല്ലിലെ മീനുകൾ. അപ്പോൾ ഇതിപ്പോൾ ഒരു സീസൺ കാലമാണ്. എന്നാലും അവർക്കിപ്പോൾ ഇന്ന് പണി ഭയങ്കര മോശമാണ്. ഞണ്ട് ഇതാണ് ഈ കല്ലുറാള്. ഇവർ പിടിക്കുന്ന പ്രധാനപ്പെട്ട കല്ലുറാളെന്ന് പറയും. അപ്പോൾ ഇത് കൂടുതലും ജീവനോട് ഉള്ളതാണ്. ജീവനോട് തന്നെ കയറ്റുമതി ചെയ്യുന്ന ഞണ്ട് ഉണ്ടല്ലോ. അത് എടുക്കുന്നത് ഞണ്ട് തന്നെ പ്രത്യേകിച്ച് വലിപ്പമുള്ള പ്രത്യേകതരം ഞണ്ടുകൾ ഈ കല്ലിൽ. അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു രീതിയാണ്. കണ്ടില്ലേ, ഇദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം ഈ ട്രോളിംഗ് ബോട്ടിലും അതുപോലെ തന്നെ തുഴഞ്ഞു പോകുന്ന വള്ളത്തിലും ഒക്കെ പോയി വളരെ പാരമ്പര്യവും പൈതൃകവുമായിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഞണ്ടിനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കുക. ഇത് ജീവനോട് തന്നെ ഇതിനെ ആ വലയിൽ നിന്ന് ഊരിയെടുക്കാനുള്ളൊരു പരിശ്രമം. കാല ഒടിക്കാതെ ഇതിൻ്റെ കാലുകൾ ഒടിക്കാതെ ഈ വലയിൽ നിന്ന് ഇവനെ കാലൊടിച്ചാൽ ഇതിന് ഡിമാൻഡില്ല. വളരെ കുറച്ച് ഓലക്കണ്ണികൾ മാത്രം പൊട്ടിച്ച് അതിൻ്റെ ഒരു കാലുകൾ നഷ്ടപ്പെടാതെ ഇതെടുത്താൽ ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് പ്രത്യേകതരം. ഇത് എന്ത് ഞണ്ട? അല്ല, എക്സ്പോർട്ടിങ് അല്ല. ഈ ഞണ്ട് 1 കിലോയ്ക്ക് മേളിലോട്ടുള്ളതിന് 2500 രൂപയാണ് വില. അപ്പോൾ ഇത് തീന്മേശയിൽ വരുമ്പോൾ 10,000-25,000 രൂപ വില വരുന്ന വലിയ 5 സ്റ്റാർ വിഭവങ്ങളായി മാറുന്ന ഇതാണ് നമ്മുടെ ഈ തിരക്കടലിൽ നിന്ന് ഇവർ പിടിക്കുന്നതിന് സിംഗപ്പൂരിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് കല്ലയുള്ള ഞണ്ടാണല്ലോ. എന്താ എന്ത് പെട്ട ഞണ്ട്? ഇതിന്റെ പേരെന്താ? കായലിലെ ഞണ്ട്. ഇത് കടലിൽ വരുമോ? തീരക്കടലിൽ വരും. ഇത് കായലിലെ ഞണ്ടാണ്. ഇത് തീരക്കടലിൽ വന്ന് കല്ലിലിരിക്കുന്ന ഞണ്ടാണ്. ഇതിൻ്റെ കടി കൊണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അത് വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇത് കടിച്ചാൽ ഇതിൻ്റെ പിടി വിടത്തില്ലെന്നാണ് ഈ ഞണ്ട്. പുലി കടിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു കടിച്ചാൽ അവൻ ആ പിടി വിടില്ല. അതാണ് എൻ്റെ. അല്ല, പലതവണയും കടി ഉള്ളിലേക്ക് കൊണ്ടിട്ടുണ്ട്. ഈ കൈയും കാലും ഉപയോഗിച്ചാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇത് എടുക്കുന്നത്. അതാണ്ട ഇത് കാലുകൾ ഉപയോഗിച്ച് ആണ് അതിന്റെ കടി കിട്ടാതിരിക്കാനായിട്ട്. കണ്ടില്ലേ,
ഇതിൽ സെൻസറൊന്നുമില്ല. അതാ എടുത്ത് അതാ ഇനിയാണ് ചവിട്ടി അങ്ങനെ പിടിച്ചിട്ട് എല്ലാവർക്കും അറിഞ്ഞൂടാ ഈ കെട്ടല്ലേ. വശം പിടിച്ച് നമുക്കും അറിഞ്ഞൂടാ. ഇത് വളരെ സൂക്ഷിച്ചൊരു പ്രത്യേക രീതിയിലാണ് ഇത് ബൈൻഡ് കെട്ടുന്നത്. അല്ല നമ്മൾ സാധാരണ കെട്ടുന്ന പോലെ ആണെങ്കിൽ കാലറ്റ് പോവും. അപ്പം അത് മടക്കി കാശില്ല. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇദ്ദേഹം ഇത് അതിനകത്ത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള വളരെ വ്യക്തിയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, അതിൻ്റെ ആ ചെയ്യുന്നതിൻ്റെ സൂക്ഷ്മത കണ്ടില്ലേ. അങ്ങനെ ഈ ഞണ്ട് കടിച്ച പാടാ അല്ലേ? കെട്ടിക്കഴിഞ്ഞു കെട്ടി. അപ്പോൾ ഇന്ന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിലപ്പെട്ട സംഗതിയാണിത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് കടലിൽ നിന്ന് പിടിച്ചാൽ മാത്രം പോരാ, അവനെ കരയിൽ കൊണ്ടുവന്ന് ജീവനോട് തന്നെ അവനെ ബന്ധനസ്ഥനാക്കി ഇത് കയറ്റുമതി ചെയ്ത് സിംഗപ്പൂർ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇവൻ കടന്ന് പോയി അവിടുത്തെ ഇൻമേശയിലെത്തേണ്ട സാധനമാണ്. കണ്ട ഇപ്പോൾ 3 ഇനി ബോട്ടിൽ വള്ളത്തിൽ 2-3 കൂടെ ഉണ്ട്. അപ്പോൾ അത് വല പിടിക്കുമ്പോൾ തന്നെ അതൊക്കെ ഒരു നോട്ടം ഉണ്ടാവും. ഇത് ഈ ഞണ്ടെന്ന് എടുത്ത് എത്തുവാ. ഇത് സാധാരണ ഞണ്ട, കടൽ ഞണ്ട അല്ലേ? ഇതിന്റെ പേരെന്തോ ഈ ഞണ്ടിന്റെ? ഞെടുങ്ങ ഞണ്ട്. ഇത് പലതരത്തും പിന്നെ വേറെ 3 കണ്ണുള്ള ഒരു ഞണ്ടുണ്ട്. അതാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത്ര ഞണ്ടുകൾ കൊഞ്ചൊന്നും എടുത്ത് ജീവനോട് കാണിക്കാനില്ലേ? നല്ല റാള് കൊഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനാണ് വില. അപ്പോൾ ഇതൊരു കടൽ പൊന്നാണിത്. യഥാർത്ഥത്തിൽ ഇതൊരു കടലിലെ റാണി അല്ലെ കടൽ പൊന്നെന്ന് അല്ല, ഇത് കൊഞ്ച് കാണിച്ചു. ഇതാണ്. ഇത് കണ്ട, ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ കൊഞ്ചാണ്. അച്ഛാ, ഇത് 1 കിലോ എങ്ങനെ ഇതിന്റെ വില? ഇത് എത്ര ഗ്രാം കാണും? 300-400 ഗ്രാം കാണും. ഇത് ഇന്നിപ്പോ മോശമല്ലേ? എത്രണ്ണം കിട്ടി? അത് 2 കൂടെ എടുത്ത് 2 അതും കൂടെ എടുത്ത്. ഇത് ചെറുതും വലുതും ഉണ്ട്. ഇത് തീരക്കടലിലേക്ക് വരുന്നതാണെന്നാണ് പറയുന്നത്. ഉൾക്കടലിൽ നിന്ന് ഈ സീസൺ സമയത്ത് ഇവ വരുന്നതാണ്. ഇത് വന്ന് കിട്ടിയാൽ ഇവർക്കൊരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ഇത് കൂടുതൽ കിട്ടിയാൽ, പക്ഷേ ഇതങ്ങനെ കൂടുതൽ കിട്ടത്തുമില്ല. ഇതിനൊരു പരിധിയുണ്ട്. ചില ദിവസങ്ങളിൽ ഇത് കിട്ടും അല്ലേ? അപ്പം അതാണ് ഒഴുക്കുതോടിലെ മത്സ്യബന്ധനത്തിൻ്റെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിൻ്റെ രീതി. ഇത് അന്യം നിന്നു പോകുന്ന മത്സ്യത്തൊഴിലാണ്. അതുപോലെ ഇവിടുത്തെ ഈ നിന്നുപോകുന്ന മത്സ്യങ്ങളാണ് ഇവർ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇത് വളരെ അപൂർവമായിട്ടുള്ള മത്സ്യബന്ധന രീതിയാണ്. ഇവരെ പരിരക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യം.